ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആലപ്പുഴ ചേപ്പാട് പള്ളിയുടെ കുരിശടി പൊളിച്ചതിൽ പ്രതിഷേധവുമായി ഓർത്തഡോക്സ് സഭ. അറിയിപ്പില്ലാതെ കുരിശടി പൊളിച്ചത് വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ മുറിവാണെന്ന് സഭയുടെ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് വിമർശിച്ചു. റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി പ്രതിഷേധാർഹമാണ്. കുരിശ് തകർത്തവർ നാടിനെയും സഭയെയും അപമാനിച്ചതായും യുഹാനോൻ മാർ ദിയസ്കോറസ് കുറ്റപ്പെടുത്തി. നിങ്ങൾ ലോ ഓർഡർ ചെയ്യേണ്ട ആ ലോ എന്തേ നിങ്ങൾക്കൊന്ന് ലോ എന്തേ ലോ ആൻഡ് ഓർഡർ പള്ളി പൊളിക്കരുതെന്നാണ് ഓർഡർ ഉള്ളത്. അത് നമ്മൾ പാലിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പള്ളി പൊളിക്കരുന്നുണ്ട്. അത് പൊളിച്ചിട്ടില്ല. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ. ശരണ്യ, ഈ 1500ഓളം വർഷം പഴക്കമുള്ളൊരു ഒറ്റക്കല്ലിൽ നിർമ്മിച്ച കുരിശായിരുന്നു അത്. അക്കാര്യത്തിൽ വിശ്വാസികൾക്ക് വികാരപരമായ കുറച്ച് പ്രശ്നങ്ങളുമുണ്ട് അതിൻ്റെ കാര്യത്തിൽ. ഇവരെ മുൻകൂട്ടി അറിയിക്കാതെയാണോ ഈ സംഘം, പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘം എത്തിയത്? എങ്ങനെയാണ് ഇതൊരു സംഘർഷത്തിലേക്കും വൈദികർക്ക് മർദ്ദനമേറ്റു എന്നൊക്കെയാണല്ലോ റിപ്പോർട്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയത് എങ്ങനെയാണ്? ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ കുരിശുമൂടും ഒപ്പം തന്നെ അതിന്റെ മതിലും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ JCB ഉപയോഗിച്ചായിരുന്നു പൊളിച്ചു മാറ്റിയത്. തുടർന്ന് അവിടെ ഒരു വലിയ സംഘർഷ സമാനമായ ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. മുന്നറിയിപ്പില്ലാതെ പള്ളിയുടെ കുരിശുമൂട് പൊളിച്ചു നീക്കി, JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കി എന്നുള്ളതാണ് അവിടെ തടിച്ചുകൂടിയ വിശ്വാസികളും വൈദികരും അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. പിന്നീട് അതൊരു പോലീസും ദേശീയപാത നിർമ്മാണ വിഭാഗവും ഒപ്പം തന്നെ വിശ്വാസികളുമായുള്ള ഒരു തർക്കത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള, അതായത് ഹരിപ്പാട് മണ്ഡലമാണ്, മണ്ഡലത്തിന്റെ MLA കൂടിയായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി യോഗം ചേർന്ന് അതിനകത്ത് ഒരു ഇടപെടൽ നടത്തിയാണ് ആ വിഷയം പരിഹരിക്കാനുള്ളൊരു ശ്രമത്തിലേക്ക് നടന്നിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും അതിന്റെ ഒരു പ്രതിഷേധം തുടരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ മുറിവാണ് ഇത് എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഓർത്തഡോക്സ് സഭയുടെ തന്നെ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയാസ്കോറസ് ആണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ ജില്ലാ ഭരണകൂടം ഇതിനകത്ത് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദേശീയപാത വിഭാഗവും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത് ഇത് ഇപ്പോൾ 3 വർഷക്കാലമായി ഈ കുരിശടി നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സഭയുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു കേസും നടക്കുന്നുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ ആ കേസിന് കോടതിയുടെ ഒരു ഡയറക്ഷൻ ഇപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, ദേശീയപാത വിഭാഗത്തിന് കിട്ടിയിട്ടുണ്ട്. വർക്കുമായി, അതായത് നിർമ്മാണവുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൂടി എടുത്തിട്ടാണ് ദേശീയപാത വിഭാഗം ഈ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനുള്ള നിയമപരമായ എല്ലാ സാധ്യതകളും അവർ തേടിയതിനു ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ദീർഘനാളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ ഭാഗത്ത് മാത്രം ഇപ്പോൾ നിർമ്മാണം പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. ബാക്കിയുള്ള ആ റൂട്ടിലുള്ള ആരാധനാലയങ്ങളെല്ലാം തന്നെ നിർമ്മാണത്തിന്റെ ഭാഗമായി മാറ്റിയിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. ഇവരുമായി നിലവിൽ ഇവർ പണം കൈപ്പറ്റാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പള്ളിയുടെ സ്ഥലം എടുക്കുമ്പോൾ ആ പണം ഉൾപ്പെടെ നൽകി തന്നെയാണ് അത് എടുക്കുക. അത് വാങ്ങാനായി അധികൃതർ ഇവർ തയ്യാറാകാത്തത് കൊണ്ടാണ് ആ പണം കൈപ്പറ്റാത്തത്. പക്ഷേ ഇവർക്ക് വേണ്ടിയുള്ള പണം ഉൾപ്പെടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, നിർമ്മാണത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മറിച്ച് ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ
പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ്. എന്തായാലും രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധത്തെ, ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട്, ഈ സർക്കാരിന്റെ നീക്കത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ വൻ പോലീസ് സന്നാഹത്തോടെ ഇത്തരത്തിൽ 1000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഈ ചേപ്പാട് കുരിശടിക്ക്. അത് പൊളിച്ചത് ശരിയായില്ല എന്നുള്ള വിമർശനവുമായി രമേശ് ചെന്നിത്തല അടക്കം വന്നിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന് ആരും എതിരല്ല, പക്ഷെ പള്ളി അധികൃതരോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ തന്നെ പൊളിച്ചു മാറ്റുമായിരുന്നു എന്നുള്ളതാണ് MLA ആയ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു പൊളിച്ചു മാറ്റൽ തയ്യാറാവാത്തത് കൊണ്ടാണ് അതൊരു നിയമ വ്യവഹാരത്തിലടക്കം പോയി കോടതിയിൽ നിന്നൊരു അനുകൂല ഉത്തരവടക്കം ലഭ്യമായ ഒരു പശ്ചാത്തലത്തിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചതെന്നാണ് അവർ പറയുന്നത്. ശരണ, ഈ കൽക്കുരിശിന് കേട് സംഭവിക്കരുത് എന്നൊരു കാര്യം കോടതിയിൽ തന്നെ ഈ പള്ളി ഭാരവാഹികളൊക്കെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കോടതിയിൽ അക്കാര്യം അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കോടതിയിൽ ഈ വിഷയം നിലനിൽക്കുന്ന സമയത്ത് അങ്ങനെ ആലോചന ഇല്ലാതെ പൊളിച്ചു എന്ന ഈ പള്ളി ഭാരവാഹികളുടെ ആരോപണത്തിൽ കഴമ്പുണ്ടോ? ഒരുപക്ഷെ ഇത് ഇവർ പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, വിശ്വാസികൾ പറയുന്നത്, അവരത് വളരെ വിശ്വാസത്തോടെ കരുതുന്ന ഒരു സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത്രയും 3 വർഷമായി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അത് പലയിടങ്ങളിൽ, ആലപ്പുഴയിലെ പല ഭാഗങ്ങളും വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായും ഇതൊരു ഇങ്ങനെ മാറ്റാത്തത്, വിശ്വാസികൾ ഇത് പറഞ്ഞിട്ടും 3 വർഷക്കാലമായി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് മാറ്റാതെ വെക്കുന്നത് അത് ശരിയല്ല. ഇത് പെട്ടെന്നുള്ളൊരു നടപടി അല്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഒരു വാദം. മാത്രമല്ല അത് ഇതിന്റെ പല തരത്തിൽ ഇത് അറിയിച്ചു കഴിഞ്ഞത്, മാറ്റണമെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടും അത് മാറ്റാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായി നമുക്ക് വിശ്വാസികളായിട്ടുള്ള ആ സഭാവിശ്വാസികളായ ആളുകൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ അവർ JCB ഉപയോഗിച്ചിട്ടാണ് അത് പൊളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകാരികമായൊരു പ്രതികരണം സഭാവിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്ന് തന്നെ പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഒരു വിശ്വാസത്തിന്റെ പ്രതീകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതൊരു സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് ആ ഒരു സർക്കാരിന്റെ ഇടപെടൽ പോയിരുന്നു. പക്ഷേ സർക്കാർ പറയുന്നത് പലതവണ നോട്ടീസ് നൽകുകയും പലതവണ ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടും അത് മാറ്റാതെ അവിടെ തന്നെ തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കോടതി ഉത്തരവോടുകൂടി അത് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. ഇപ്പോ ഇനി അടുത്തൊരു ഘട്ടം എന്താണ് ശരണ? ഇപ്പോ ഇന്നലെ രമേശ് ചെന്നിത്തല വന്ന് അവിടെ ഇടപെട്ട് അദ്ദേഹം നേരിട്ട് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിച്ചാണ് തൽക്കാലത്തേക്ക് ആ നടപടികൾ അവിടെ നിർത്തിയത്. ഇനിയിപ്പോൾ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ നിൽക്കുക, ദേശീയപാത വികസനവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്നുള്ളതും ശരിയല്ലല്ലോ. അപ്പോൾ എന്താണ് ഇനി തുടർ നടപടികൾ? ഇതിനകത്ത് ഒന്നാമത് കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ലാൻഡ് അക്വിസിഷന് പണം കൈപ്പറ്റേണ്ടതായുണ്ട്. അത് അങ്ങനെ കൈപ്പറ്റിയിട്ടില്ല. അതിൽ തന്നെ വിശ്വാസികൾക്കിടയിൽ 2 തട്ടിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സാധാരണ മറ്റ് ആരാധനാലയങ്ങളൊക്കെ തന്നെ, ആ ഭാഗത്തുള്ള ആരാധനാലയങ്ങളൊക്കെ തന്നെ സർക്കാർ നൽകിയ പണം കൈപ്പറ്റുകയും അവർ ആ ആരാധനാലയങ്ങൾ പുതുക്കി നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒറ്റപ്പനയൊക്കെ അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ അതെല്ലാം നീക്കം ചെയ്താണ്. അവിടെ അത്തരത്തിൽ വളരെ വർഷങ്ങളായിട്ടുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഹരിപ്പാടേക്ക് പോകുമ്പോൾ ആ ഒറ്റപ്പന അടക്കമുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ ഈ നീക്കം ചെയ്യുകയും ബാക്കിയുള്ള കൺസ്ട്രക്ഷൻസ് നടത്തി ആ ആരാധനാലയങ്ങളൊക്കെ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് അത് മാറ്റി അവർ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം നിലനിൽക്കുന്നുണ്ടെന്ന് അവിടെ പണം കൈപ്പറ്റാനോ മറ്റു കാര്യങ്ങൾക്കോ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ അത് ഈ വിഷയം ഇപ്പോഴും വൈകാരികമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മലങ്കര സഭാ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ബിജു ഉമ്മൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബിജു ഉമ്മൻ, ഇന്നലെ ഉണ്ടായത് വിശ്വാസികളെ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്, സംശയമില്ല. അതിനിടയിൽ ഒരു കയ്യേറ്റത്തിൻ്റെ സാഹചര്യമൊക്കെ ഉണ്ടായി എന്നറിയുന്നു. പക്ഷേ ഇപ്പോൾ ശരണ്യ പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണല്ലോ അധികൃതർ പറയുന്നത്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു സംഘർഷത്തിലേക്കൊക്കെ പോയത്? തീർച്ചയായിട്ടും അത്യന്തം നിർഭാഗ്യകരമായ സംഭവമാണ് ചേപ്പാട്ട് ഉണ്ടായത്. നൂറ്റാണ്ടുകൾ പഴക്കവും ചരിത്ര പ്രാധാന്യവും ഉള്ളതുമായ ചേപ്പാട് പള്ളിയുടെ കുരിശടി തകർത്തത് വളരെ വേദനയോടുകൂടി മാത്രമേ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ രക്ഷയുടെ പ്രതീകമായിട്ടാണ് കുരിശിനെ കാണുന്നത്. അത് വളരെ അവഹേളനാപൂർവമാണ് നാഷണൽ ഹൈവേ അതോറിറ്റീസ് അധികാരികളും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും സംയുക്തമായി ചേർന്ന് നിന്നുകൊണ്ട് ക്രൈസ്തവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നലെ അവിടെ നടന്നതായ സംഭവങ്ങൾ. തീർച്ചയായും അത് ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങളുടെ ക്രൈസ്തവ വിശ്വാസികളുടെ ഹൃദയത്തെ ഏറെ
വേദനിപ്പിച്ചു, കുരിശിനെ അവഹേളിക്കുന്നത് വഴി. അവിടെ സമാധാനപരമായി പ്രതിഷേധിച്ച വൈദികർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് മർദ്ദിച്ചത് തന്നെ ഇതിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി ഞങ്ങൾ കാണുന്നു. ഈ കുരിശടി തകർത്തത് ക്രൈസ്തവ വിഭാഗത്തിന്റെ ആത്മാഭിമാനത്തെ തന്നെ ഇത് ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഈ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് വിഭാഗം ക്രൈസ്തവ സഭ എന്ന് പറയുന്ന ഒരു നിയമാധിഷ്ഠിത സമൂഹമാണ്. ഞങ്ങൾ കോടതി വിധിയെയും രാജ്യത്തിന്റെ നിയമങ്ങളെയും അനുസരിക്കുകയും വികസനത്തിന് വേണ്ടി പള്ളിയുടെയും കുരിശടിയുടെയും ഒക്കെ എത്രയോ സ്ഥലങ്ങൾ ഈ ഹൈവേയിൽ തന്നെ ഞങ്ങൾ ഹരിപ്പാട് ഇതിന് വലിയ ദൂരമില്ലാത്ത ഹരിപ്പാട്ട് തന്നെ കുരിശടി ഞങ്ങൾ തന്നെ മാറ്റിക്കൊടുത്തു. ഇവിടെയും അപ്രകാരം നിയമപരമായി അതിന്റെ പ്രൊസീഡിങ്സ് പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ തീർച്ചയായും ആ കുരിശ് ആവശ്യമായി കൊടുക്കുമായിരുന്നു. അതുകൂടാതെ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി അനുസരിച്ച് ആ കുരിശടി അധികൃതർക്ക് മാറ്റണമെങ്കിൽ തന്നെ അത് അവിടുന്ന് പൊക്കിയെടുത്ത് മാറ്റാനുള്ള ടെക്നോളജിയൊക്കെ ഇന്ന് വളരെ സുലഭമാണ് സമൂഹത്തിൽ. ഇങ്ങനെ ഇരിക്കെ ക്രൈസ്തവ സമൂഹത്തിന്റെ മുഴുവൻ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് ആ കുരിശ അടിച്ച് തല്ലി തകർക്കുക എന്ന് പറയുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവർക്ക്, അത് മീഡിയയിൽ കൂടി കാണുന്നവർക്ക് ഒരു ശതമാനം പോലും അത് ഉൾക്കൊള്ളാനോ അതിനെ ന്യായീകരിക്കാനോ അതിന്റെ നഷ്ടപരിഹാരവും നിയമപരമായ കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. തീർച്ചയായും അങ്ങനെ ഒരു നിയമ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ നാളെ ഞങ്ങൾ കുരിശ് പൊളിക്കും അല്ലെങ്കിൽ ഇന്ന ദിവസം പൊളിക്കുമെന്നൊരു രേഖാമൂലമായ ഒരു നോട്ടീസ് നൽകാനുള്ള നാച്ചുറൽ ജസ്റ്റിസ് പോലും ഇവർ കാണിച്ചില്ല. ശ്രീ ബിജു, ഈ കുരിശടി പൊളിക്കേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ നമുക്കറിയാം. കാരണം ആ ദേശീയപാതയുടെ അലൈൻമെന്റിൽ ആ ഭാഗത്ത് വരുന്നതാണല്ലോ അത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സഭയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പള്ളിയുടെ ഭാഗത്തുനിന്ന് അത് നേരത്തെ തന്നെ നീക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ, നീക്കി കൊടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ, ഈ പറയുന്നത് പോലെ നമ്മുടെ ഒരു ഇമോഷണലി പോലും അതിനോട് ബന്ധമുണ്ടല്ലോ. അപ്പം ഇങ്ങനൊരു സീൻ ഒരുപക്ഷെ നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരുന്നത്? ഉദ്യോഗസ്ഥർക്ക് ഭരണാധികാരികൾക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും അവരൊരു നോട്ടീസ് ഇത്ര ദിവസത്തിനകം അത് മാറ്റിയിരിക്കണമെന്ന്. അങ്ങനെയാണല്ലോ അക്യൂസിഷൻ പ്രൊസീഡിങ്സ് എല്ലാം വരുന്നത്, അങ്ങനെയാണല്ലോ എവിക്ഷൻ വരുന്നതും അങ്ങനെയാണല്ലോ. നമുക്കൊരു നോട്ടീസ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഡിനയിലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു നോട്ടീസ് ഒന്ന് ഇത്ര ദിവസത്തിനകം നിങ്ങൾ അത് പൊളിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ദിവസം പൊളിക്കുമെന്നൊരു നോട്ടീസ് ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. ഒരു സുപ്രഭാതം ഇതെന്നെ കയ്യേറ്റമാണോ? നൂറ്റാണ്ടുകളായി പഴക്കമുള്ള അവിടെ ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ട കൈവശത്തിലിരിക്കുന്ന അധികാരത്തിൽപ്പിരിക്കുന്നതായ സ്ഥലത്ത് അക്യൂസിഷനുള്ള അധികാരം അവർക്കുണ്ട്. തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ മാനിക്കുന്നു. ഞങ്ങൾ തന്നെ മാറ്റിക്കൊടുക്കുമായിരുന്നല്ലോ. ഈ കുരിശ് ഇങ്ങനെ അടിച്ചു പൊളിക്കുന്ന ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കി മറ്റ് ചില വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ചില രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ അത് തെറ്റു പറയാൻ പറ്റില്ല സാർ. ഇതിപ്പോൾ ഇന്നലെ ഇവര് പറയുന്നത് 3 വർഷമായിട്ട് ഈ ഒരൊറ്റ ഭാഗത്തെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായും അവർക്ക് അതല്ലാതെ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. ഒരു നോട്ടീസ് പോലും നൽകാതെ, ഒരു അറിയിപ്പ് പോലും ഇല്ലാതെ അവർ വന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ തൊട്ടു മുൻപല്ല നേരത്തെ തന്നെ ഇങ്ങനെയുള്ള അറിയിപ്പ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അലൈൻമെന്റിന്റെ ഫിക്സ് ചെയ്യുന്ന സമയം മുതൽ അതിന്മേൽ നിയമപരമായ കോടതി കേസുകളും ഉൾപ്പെടെ നിലനിൽക്കുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ലാസ്റ്റിൽ നമ്മളിപ്പോ ഒരു ട്രസ്പാസ് ഉണ്ടെങ്കിൽ ആ ട്രസ്പാസിൽ എവിക്ഷൻ നടക്കുമ്പോൾ പോലും വേണ്ട നിങ്ങൾക്കൊരു നോട്ടീസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇതിനെ തൂക്കിക്കൊല്ലുകയാണെങ്കിലും തലേദിവസം അവനോട് പറയില്ലേ നിന്നെ നാളെ ഇത്ര മണിക്ക് തൂക്കിക്കൊല്ലുന്നെന്ന്. ആ ഒരു സാമൂഹ്യ നീതി, ഒരു ന്യായം പോലും കാണിക്കാൻ ഇവിടുത്തെ അധികാരികൾ കാണിക്കാത്തപ്പോൾ തീർച്ചയായും ക്രൈസ്തവ വികാരത്തെ വ്രണപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയ ഗൂഢ ഉദ്ദേശം ഇതിന്റെ പുറകിലുണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല മാഡം. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് ആലോചിക്കുന്നത്? ഞങ്ങൾ നിയമപരമായി തന്നെ ഇത്രയും ഞങ്ങളെ വ്രണപ്പെടുത്തുന്നെങ്കിൽ മറ്റ് ക്രൈസ്തവ സഭകളുമായി സഹകരിച്ച് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ അവിടുത്തെ പ്രാദേശികമായി ചേപ്പാട് പള്ളിയുടെ ചുമതലക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, വളരെ നന്ദി ശ്രീ ബിജു ഉമ്മൻ പ്രതികരിച്ചതിന്. സഭാ സെക്രട്ടറിയാണ് ഇപ്പോൾ സംസാരിച്ചത്. ഈ വിഷയത്തിൽ ഒരു അറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ഈ കുരിശടി പൊളിച്ചു മാറ്റാൻ എത്തിയത് വലിയ രീതിയിൽ വിശ്വാസികളിൽ വേദന ഉണ്ടാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം സർക്കാരിനെ സംബന്ധിച്ച്, അധികൃതരെ സംബന്ധിച്ച് ഇത് ദീർഘനാളായി തർക്കം തുടരുകയാണ്. ഈ ഒരു ഭാഗത്ത് മാത്രം ഈ ജോലികൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നതെന്നാണ് അവരുടെ വിശദീകരണം. എന്തായാലും അവിടെ വിശ്വാസികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ കൂടിയാണ് ചേപ്പാട് ഭാഗത്തുള്ളത്.